താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി ഭാര്യ മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിതതാണ്. ആഗ്രയിൽ പോയപ്പോൾ ഞാനും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം കാണാൻ പോയി. ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ആഗ്രയിലെ യമുന നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിക്കാൻ 22 വർഷങ്ങളെടുത്തു. 1632 പണി തുടങ്ങി 1653 ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയത്. ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ് ഇതിൻ്റെ ശില്പി. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ടതാണ് താജ്മഹൽ. 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ താജ്മഹൽ. പേർഷ്യൻ, ഓട്ടോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യ മാതൃകകൾ കൂടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയിലാണ് താജ്മഹൽ പണികഴിപ്പിച്ചത്. വർഷം തോറും 2 മുതൽ 4 ദശലക്ഷം ആൾക്കാർ ഇവിടെ സന്ദർശിക്കാറുണ്ടെന്നാണ് കണക്ക്. അതിൽ 2 ലക്ഷത്തിലധികം ആൾക്കാർ ഫോറിനേഴ്സാണ്. ഇവിടെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് പ്രവേശനാനുമതി. ഇവിടെ ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. പിന്നെ ശവകുടീരത്തിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ 200 രൂപ അധികം കൊടുക്കണം. ഫോറിനേഴ്സിന് 1300 ഒരാൾക്ക് ടിക്കറ്റ്. പിന്നെ ശവകുടീരത്തിനുള്ളിലേക്ക് കയറണമെങ്കിൽ 200 എക്സ്ട്രാ കൊടുക്കണം. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടേക്കുള്ള എൻട്രൻസ് ഫീസ് ഫ്രീ ആണ്. ആഗ്ര എയർപോർട്ടാണ് താജ്മഹലിനടുത്തുള്ള എയർപോർട്ട്. 12 കിലോമീറ്ററാണ് ആഗ്ര എയർപോർട്ടിൽ നിന്നും താജ്മഹലിലേക്കുള്ള ദൂരം. ആഗ്ര റെയിൽവേ സ്റ്റേഷനാണ് താജ്മഹലിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷനുമുണ്ട്. 6 കിലോമീറ്ററാണ് ആഗ്ര റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. ആഗ്ര ഫോർട്ടിലേക്ക് ഇവിടുന്ന് 3 കിലോമീറ്ററേ ദൂരമുള്ളൂ. ഇവിടെയാണ് ഷാജഹാൻ ചക്രവർത്തിയെ ഔറംഗസേബ് തടവിൽ പാർപ്പിച്ചത്. ഷാജഹാൻ ചക്രവർത്തിയുടെ മരണശേഷം ഇവിടെയാണ് ഖബറടക്കിയത്. ഇവിടെയെന്ന് വെച്ചാൽ താജ്മഹലിലാണ് മുംതാസിനടുത്തായിട്ടാണ് ഷാജഹാനെയും ഖബറടക്കിയത്. ആഗ്ര ഫോർട്ടിലിരുന്നാൽ താജ്മഹൽ വളരെ മനോഹരമായി കാണാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പ്രൊഫൈൽ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോസും ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു.